F40 is either a fool or a physician. സമാനമായിട്ട് നമുക്ക് മലയാളത്തിലുള്ള ഒരു പഴമൊഴിയും നോക്കാം. അതിങ്ങനെയാണ്: 30-ൽ അറിഞ്ഞില്ലെങ്കിൽ 35,000 ചെലവഴിച്ചും അറിയുക എന്നതാണ് ആ പഴമൊഴി പറയുന്നത്. നമുക്ക് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ പഴമൊഴിയിൽ എങ്ങനെയാണ് വിഡ്ഢിയാവുന്നത് അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ തൻ്റെ ചികിത്സകനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അതായത് ഇന്ന് നമ്മുടെ ഒക്കെ കൈകളിലുള്ള മൊബൈൽ ഫോൺ നമ്മളൊക്കെയും പ്രത്യേകിച്ച് ഒരു കോഴ്സോ മറ്റോ ഒന്നും പഠിക്കാതെ തന്നെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നിത്യേന നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ മൊബൈലിന്റെ എങ്ങനെയാണ് മൊബൈലിൽ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി ആ ഉപയോഗം കൊണ്ട് മനസ്സിലാക്കിയവരാണ്. എന്നാൽ 40 വയസ്സാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ശരീരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വിഡ്ഢി എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ആ 40 വർഷം കൊണ്ട് ശരീരത്തെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ശരീരത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന അർത്ഥത്തിലാണ് പഴമൊഴിയിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലും ആർജിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയിൽപ്പെട്ടതാണ്. അതിനൊരു പരിഹാരമായി കൊണ്ടാണ് നാം നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോകളിലൂടെ വരും ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത്. സ്റ്റേ ട്യൂൺ.